പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഈ നമ്മുടെ പൂളക്കിഴങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 പൂളക്കിഴങ്ങ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിൽ ഉപ്പിട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുത്തു. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. നമ്മുടെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ ചമ്മന്തിയും പൂളക്കിഴങ്ങ് വേവിച്ചതും കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് എടുക്കുന്നു. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഒരു 5 to 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി ഒരു 100 ഗ്രാം ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ നാരങ്ങൻ്റെ വലിപ്പത്തിലുള്ള പുളിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ചമ്മന്തിയും പൂളക്കിഴങ്ങും വേവിച്ചതും കൂട്ടിയിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ വൈകുന്നേരത്തേക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തേക്ക് കട്ടൻ ചായയും പൂളക്കിഴങ്ങ് വേവിച്ചതും നമ്മുടെ ഈ ഉള്ളി ചമ്മന്തിയാണ് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ മിനി വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്